പി.വി. അൻവറുമായുള്ള ബന്ധം വേർപെടുത്തി CPM അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അൻവറിൻ്റെ സമീപനം പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ല. അൻവർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു. വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി അൻവർ മാറിയെന്നും പാർട്ടിയെ സ്നേഹിക്കുന്നവർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. അൻവറിൻ്റെ പരാതികൾ പരിശോധിക്കാതിരിക്കുകയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം, അതായത് ഇതെല്ലാം വിശദീകരിച്ച് അൻവറിൻ്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, P.V. അൻവറുമായുള്ള എല്ലാ ബന്ധവും വേർപെടുത്തുന്നു എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി അൻവർ മാറുന്നു എന്നും ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? നിഖിൽ, കഴിഞ്ഞ ദിവസം അൻവർ നടത്തിയ എല്ലാ ആരോപണങ്ങളെയും സംസ്ഥാന സെക്രട്ടറി തള്ളുകയായിരുന്നു. അതായത് പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുവാൻ വേണ്ടി മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് വലതുപക്ഷം നടത്തുന്ന നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇന്ധനം നൽകുകയാണ് അൻവറിൻ്റെ പരാമർശങ്ങൾ, ആരോപണങ്ങൾ എന്നുള്ളതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. അതായത് ഇടതുപക്ഷത്തെയും സർക്കാരിനെയും തകർക്കുവാൻ വേണ്ടി വലതുപക്ഷം മാധ്യമങ്ങളുമായി ചേർന്ന് നടത്തുന്ന അജണ്ടയുടെ ഭാഗമാണ് അൻവറിൻ്റെ ഇത്തരം ആരോപണങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതേസമയം വ്യക്തമാക്കുന്നത് MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയെ തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയുമാണ്. മാത്രമല്ല MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് അൻവർ ഉന്നയിച്ച എല്ലാ പരാതികളിലും കൃത്യമായി തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്, സർക്കാർ തലത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല പലതവണ അൻവറിനോട് ആവർത്തിച്ചതാണ് പാർട്ടി അച്ചടക്കം ലംഘിക്കരുതെന്ന്. എന്നാൽ ആ എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ട് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണ്, അല്ലെങ്കിൽ പാർട്ടിയെ മതിക്കാത്തതിനാലാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടി ഉണ്ടായെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല റിയാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളടക്കം MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റിയാസിനെതിരെ അല്ലെങ്കിൽ റിയാസ് എന്നുള്ള വ്യക്തിയെ ഊന്നിയുള്ള ആരോപണം അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടി എയിം ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിലവിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം P.V. അൻവറിന് പാർട്ടിയുമായിട്ട് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്തരം ബന്ധങ്ങളില്ല എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത്. പിന്നീട് എന്തുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് ഈ ഒരു വിഷയത്തിൽ പാർട്ടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം P.V. അൻവറിനെതിരെ പാർട്ടി ഒരു തരത്തിലുള്ള നടപടികളും ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നില്ല, പക്ഷേ അദ്ദേഹം പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മുന്നണിയുമായി ബന്ധം ഉപേക്ഷിച്ചത് അദ്ദേഹമാണ് എന്നുള്ള സൂചനയാണ് MV ഗോവിന്ദൻ നൽകിയത്. അതായത് ശക്തമായൊരു നടപടികളിലേക്ക് കടക്കുവാൻ എന്തുകൊണ്ടോ CPM P.V. അൻവർ വിഷയത്തിൽ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലടക്കം അത് വ്യക്തമായിരുന്നു. അതായത് എന്തുകൊണ്ടോ തുറന്ന് P.V. അൻവറിനെതിരെ ആഞ്ഞടിക്കുവാൻ CPMന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ അൻവർ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരുത്തി മുന്നോട്ട് അല്ലെങ്കിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുകയോ എന്നുള്ള സമീപനം CPM സ്വീകരിക്കാമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും കടുത്ത ഭാഷയിൽ തന്നെയാണ് MV ഗോവിന്ദൻ P.V. അൻവറിന് മറുപടി നൽകിയത്. എന്തായാലും P.V. അൻവറുമായി ഇനി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. അൻവർ പാർട്ടിയെ അച്ചടക്കം ലംഘിച്ചുവെന്നും വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയെ അൻവർ മാറിയെന്നും പാർട്ടിയെ സ്നേഹിക്കുന്നവർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.